മണി മാജിക്കിലേക്ക് സ്വാഗതം. ലോൺ കുടിശ്ശികയുടെ അവസാന ഗഡുവും അടച്ചു തീർക്കുമ്പോൾ ഏതൊരാളുടെയും മനസ്സിൽ വല്ലാത്തൊരു സമാധാനമാണ്. വർഷങ്ങളോളം നീണ്ടുനിന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്നുള്ള മോചനം എന്നത് ഒരു വലിയ നേട്ടം തന്നെയാണെന്നതിൽ സംശയമില്ല. എന്നാൽ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു വലിയ അബദ്ധം അവസാന EMI അടച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കടമകൾ പൂർണ്ണമായും അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ്. വാസ്തവത്തിൽ ബാങ്ക് രേഖകളിൽ നിങ്ങളുടെ വായ്പ ഔദ്യോഗികമായും നിയമപരമായും അവസാനിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ട നിർണായകമായ ഘട്ടം ആരംഭിക്കുന്നത് ഇവിടെയാണ്. വായ്പ തിരിച്ചടവിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് വായ്പ അവസാനിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന രേഖകൾ കൃത്യമായി കൈപ്പറ്റുക എന്നത്. നമ്മുടെ നാട്ടിൽ പലരും പിൽക്കാലത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലും നിയമക്കുരുക്കുകളിലും പെടുന്നത് ഇത്തരം രേഖകളുടെ അഭാവം മൂലമാണ്. വായ്പ അടച്ചു തീർത്ത ശേഷം ഒരു ഉപഭോക്താവ് ബാങ്കിൽ നിന്ന് നിർബന്ധമായും വാങ്ങി സൂക്ഷിക്കേണ്ട 5 പ്രധാന രേഖകളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ വിശദമായി പരിശോധിക്കുന്നത്. ഒരു വായ്പ പൂർണ്ണമായി അവസാനിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രാഥമികവും ഔദ്യോഗികവുമായ തെളിവാണ് ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് അഥവാ LCC. നിങ്ങളുടെ വായ്പാ അക്കൗണ്ട് നമ്പർ പരാമർശിച്ചുകൊണ്ട് പ്രസ്തുത വായ്പയിൽ ഇനി 1 രൂപ പോലും തിരിച്ചടയ്ക്കാൻ ബാക്കിയില്ല എന്ന് ബാങ്ക് ഈ രേഖയിലൂടെ സമ്മതിക്കുന്നു. സാങ്കേതികമായി പറഞ്ഞാൽ ഒരു വായ്പ എടുക്കുമ്പോൾ നിങ്ങളും ബാങ്കും തമ്മിൽ ഉണ്ടാക്കിയ കരാർ അവസാനിച്ചു എന്നതിൻ്റെ പത്രമാണ് ഇത്. പലപ്പോഴും ഉപഭോക്താക്കൾ ഒരു മൊബൈൽ ആപ്പിലോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലോ ക്ലോസ്ഡ് എന്ന് കാണുന്നത് കണ്ട് തൃപ്തരാകാറുണ്ട്. എന്നാൽ ഒരു ഡിജിറ്റൽ സ്റ്റാറ്റസിനേക്കാൾ ഉപരിയായി ബാങ്കിൻ്റെ ഔദ്യോഗിക മുദ്രയോടും ഒപ്പോടും കൂടിയ ഒരു ഹാർഡ് കോപ്പി കയ്യിലുണ്ടായിരിക്കണം. ഭാവിയിൽ മറ്റേതെങ്കിലും ബാങ്കിൽ നിന്ന് വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പഴയ ലോൺ സംബന്ധിച്ച് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായാൽ ഈ സർട്ടിഫിക്കറ്റ് ഒരു രക്ഷാ കവചമായി പ്രവർത്തിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ വായ്പ നിലനിൽക്കുന്നതായി കാണിച്ചാൽ അത് തിരുത്താൻ ആവശ്യപ്പെടാനുള്ള ഏക ആയുധവും ഈ ക്ലോഷർ സർട്ടിഫിക്കറ്റാണ്. നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് അഥവാ NDC എന്നത് ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റിനോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട്. ബാങ്കിന് നിങ്ങളോട് ഇനി യാതൊരു വിധത്തിലുമുള്ള സാമ്പത്തിക അവകാശവാദങ്ങളും ഉന്നയിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രേഖയാണിത്. ചില സാഹചര്യങ്ങളിൽ പ്രധാന തുക അടച്ചു തീർന്നാലും ചെറിയ പലിശ വ്യതിയാനങ്ങളോ പിഴകളോ സർവീസ് ചാർജുകളോ ബാക്കി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം കുടിശ്ശികകൾ പിന്നീട് വലിയ തുകയായി വളരുകയും വർഷങ്ങൾക്ക് ശേഷം ബാങ്ക് നോട്ടീസ് അയക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിരവധിയാണ്. എന്നാൽ ഒരു നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപ്രതീക്ഷിത ക്ലെയിമുകളെ നിയമപരമായി നേരിടാൻ സഹായിക്കും. ലോൺ അവസാനിപ്പിച്ച ദിവസം വരെയുള്ള എല്ലാ ഇടപാടുകളും തീർപ്പാക്കി എന്ന് ഇതിലൂടെ ബാങ്ക് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ വായ്പ അവസാനിച്ചാലുടൻ അലസത കാണിക്കാതെ ബാങ്ക് മാനേജരെ കണ്ട് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടേണ്ടത് ഓരോ ഇടപാടുകാരൻ്റെയും ഉത്തരവാദിത്തമാണ്. ഭവന വായ്പകൾ പോലെയുള്ള സുരക്ഷിത വായ്പകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈടായി നൽകിയ ഒറിജിനൽ പ്രമാണങ്ങൾ തിരികെ വാങ്ങുക എന്നതാണ്. വായ്പയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെയോ വസ്തുവിൻ്റെയോ ആധാരവും മറ്റ് അനുബന്ധ രേഖകളും ബാങ്കിൻ്റെ സുരക്ഷിത കസ്റ്റഡിയിലായിരിക്കും. ലോൺ അടച്ചു തീർത്താൽ ഇവ സുരക്ഷിതമായി തിരികെ വാങ്ങേണ്ടതുണ്ട്. ആധാരം തിരികെ വാങ്ങുമ്പോൾ ഓരോ പേജും കൃത്യമാണെന്നും ബാങ്ക് സീലുകളിൽ എവിടെയെങ്കിലും അനാവശ്യമായി പതിപ്പിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. പലപ്പോഴും ബാങ്കുകൾ വൻതോതിൽ രേഖകൾ കൈകാര്യം ചെയ്യുന്നതിനാൽ ഫയലുകൾ മാറിപ്പോകാനോ രേഖകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനോ സാധ്യതകളുണ്ട്. വസ്തുവിൻ്റെ മുന്നാധാരങ്ങൾ, നികുതി രസീതുകൾ, അതുപോലെ ലൊക്കേഷൻ മാപ്പുകൾ എന്നിവയെല്ലാം കൃത്യമായി ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തണം. ഈ രേഖകൾ തിരികെ ലഭിക്കുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം ഭാവിയിൽ വസ്തു വിൽക്കാനോ മറ്റാവശ്യങ്ങൾക്കോ തടസ്സമാകും. ബാങ്കിൽ നിന്ന് രേഖകൾ കൈപ്പറ്റുമ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് നൽകേണ്ടി വരും. അതിനു മുമ്പ് എല്ലാ രേഖകളും നിങ്ങളുടെ കയ്യിൽ എത്തിയെന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ സാധാരണക്കാർ പലപ്പോഴും മറന്നുപോകുന്നതുമായ ലീൻ റിമൂവൽ എന്ന നടപടിക്രമം. നിങ്ങൾ ഒരു വസ്തുവോ വാഹനമോ ഈടായി നൽകി വായ്പയെടുക്കുമ്പോൾ ആ സ്വത്തിന്മേൽ ബാങ്കിന് ഒരു അവകാശമുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നതിനെയാണ് ലീൻ എന്ന് പറയുന്നത്. ഹോം ലോൺ ആണെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിലും വാഹന വായ്പയാണെങ്കിൽ RTO ഓഫീസിലും ഈ വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. ലോൺ അടച്ചു തീർത്തതുകൊണ്ട് മാത്രം ഈ നിയമപരമായ ബാധ്യത തനിയെ ഇല്ലാതാകില്ല. ബാങ്ക് നൽകുന്ന ലീൻ റിമൂവൽ ലെറ്റർ അഥവാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾ തന്നെ ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ പോയി ഈ ബാധ്യത നീക്കം ചെയ്യണം. വീടിൻ്റെ കാര്യത്തിൽ ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ നിന്ന് ബാങ്കിൻ്റെ പേര് നീക്കം ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വായ്പ പൂർണ്ണമായും അടച്ചു തീർത്താലും രേഖാമൂലം ആ വസ്തു ഇപ്പോഴും ബാങ്കിൻ്റെ നിയന്ത്രണത്തിലാണെന്നേ കരുതപ്പെടൂ. പിൽക്കാലത്ത് വസ്തു വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നിയമക്കുരുക്ക് വലിയ തലവേദനയായി മാറും. അവസാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക വ്യക്തിത്വത്തിൻ്റെ അടയാളമായ സിബിൽ സ്കോറാണ്. നിങ്ങൾ ഒരു ലോൺ അടച്ചു തീർത്താൽ ആ വിവരം ബാങ്കുകൾ സിബിൽ പോലെയുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളെ അറിയിക്കണം.
സാധാരണയായി 30 മുതൽ 60 ദിവസത്തിനുള്ളിലാണ് ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. ലോൺ ക്ലോസ് ചെയ്ത് 2 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ സിബിൽ റിപ്പോർട്ട് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. റിപ്പോർട്ടിൽ ലോൺ സ്റ്റാറ്റസ് ക്ലോസ്ഡ് എന്ന് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചിലപ്പോൾ ബാങ്കുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച കാരണം ലോൺ ആക്റ്റീവായി തന്നെ തുടരാം. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ദോഷകരമായി ബാധിക്കുകയും ഭാവിയിൽ മറ്റൊരു വായ്പ എടുക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യും. എന്തെങ്കിലും പൊരുത്തക്കേടുകൾ കണ്ടാലുടൻ തന്നെ ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റുമായി ബാങ്കിനെ സമീപിച്ച് അത് തിരുത്തിക്കണം. ഡിജിറ്റൽ കാലഘട്ടത്തിൽ കൃത്യമായ ക്രെഡിറ്റ് റിപ്പോർട്ട് എന്നത് പണം പോലെ തന്നെ വിലപ്പെട്ടതാണ്. ചുരുക്കത്തിൽ വായ്പാ തിരിച്ചടവ് എന്നത് ഒരു പ്രക്രിയയുടെ പകുതി ഭാഗം മാത്രമാണ്. ബാക്കി പകുതി എന്നത് കൃത്യമായ രേഖകൾ കൈവശം വെക്കുകയും നിയമപരമായ ബാധ്യതകൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൃത്യമായി അടച്ചു തീർക്കുമ്പോൾ അതിനുള്ള അംഗീകാരവും രേഖകളും ബാങ്കിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ മടിക്കേണ്ടതില്ല. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളും കൃത്യമായി പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കൂ. ഓർത്തുവെക്കുക, സാമ്പത്തിക ഇടപാടുകളിൽ രേഖകളാണ് ഏറ്റവും വലിയ സത്യം. അവ കൃത്യമായി സൂക്ഷിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭാവിയിലെ അനാവശ്യ പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.